ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലെ നടപടികളൊക്കെ ഇനിയിപ്പോൾ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി രജിസ്ട്രാർ ഇന്നലെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതി അറിയിക്കും. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, 6 ആഴ്ചയ്ക്കുള്ളിലാണ് അന്വേഷണം പൂർത്തിയാക്കേണ്ടത്. അതിനിടയ്ക്ക് അന്വേഷണ പുരോഗതി അറിയിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് അത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അന്വേഷണം ഏത് നിലയ്ക്ക് പോകുന്നു എന്നുള്ളതിൽ ഒരു വ്യക്തത ഹൈക്കോടതിക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ആ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒപ്പം തന്നെ ഈ മറ്റ് നടപടികൾ, ഇനിയുള്ള നടപടികളൊക്കെ അടച്ചിട്ട മുറിയിലായിരിക്കുമെന്നും പറയുന്നു. അത് ഏതെങ്കിലും ആവശ്യപ്രകാരമാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ജിൽസി മുതൽ ഹർജിയുടെ നടപടികൾ പുരോഗമിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരിക്കും, രഹസ്യ അന്വേഷണ സ്വഭാവത്തിലായിരിക്കും ഇനിയുള്ള നടപടികൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഹൈക്കോടതി രജിസ്ട്രാർ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഇനി മുതൽ ഈ ഒരു രഹസ്യ അന്വേഷണത്തിലായിരിക്കും ഈ ഒരു നടപടികൾ പുരോഗമിക്കുക എന്നുള്ളതാണ് ഇന്നലത്തെ ഉത്തരവിൽ പറയുന്നത്. ഇന്ന് രണ്ടാമതായിട്ടായിരുന്നു ഈ ഒരു കേസ് പരിഗണിക്കാനിരുന്നത്. എന്നാൽ അത് ആദ്യത്തെ കേസായി പരിഗണിക്കാനായി തീരുമാനിക്കുകയും ചെയ്തു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ ഘടിപ്പിച്ചു എന്നുള്ള കാര്യം കൂടെ ഇന്ന് കോടതിയെ അറിയിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം, കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങിയ കാര്യവുമൊക്കെ ഇന്ന് കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനും KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ മോഷണം പോയതും ഒന്ന് സ്വർണ്ണപാളി മോഷണം പോയതും. അതിൽ ദ്വാരപാലക ശില്പം മോഷണം പോയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ 9 പ്രതികളും, കട്ടിളപ്പാളി മോഷണം പോയതിൽ 8 പ്രതികളുമാണുള്ളത്. അങ്ങനെ ഈ ഒരു കേസിൽ വേറൊരു രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒക്ടോബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശരി, ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണം, എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വിശദമായ റിപ്പോർട്ട് ഇന്ന് കോടതി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിലേക്ക് മാറുന്നു. ഒപ്പം പൂർണ്ണമായും രഹസ്യാത്മക സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് വേണം താനും, അല്ലേ? തീർച്ചയായിട്ടും.